നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ലോക എന്ന മൂവി നമ്മുടെ പിടിവിട്ട് പോയിരിക്കുക. ഇത് 500 നിൽക്കത്തില്ല, ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ്. ഇന്ന് തിരുവോണമായിട്ട് പോലും ഭയങ്കര ബുക്കിങ്ങാണ്. രാത്രി 12 മണിക്ക് ഷോ പോലും ഹെവി ബുക്കിങ്ങാണ്. ടിക്കറ്റ് ഇല്ല രാത്രി 12 മണിക്ക് ഷോയ്ക്ക് പോലും. ഇതാണ് പടം, ഇതാവണം പടം. ഇങ്ങനെ വേണം ചെയ്യാൻ. നല്ല രീതിയിൽ കാശ് മുടക്കിയാൽ ഇത് കണക്ക് സിനിമകൾ ചെയ്യാം. നമ്മുടെ മലയാളത്തിലെ പ്രൊഡ്യൂസർമാർ, അത് നടന്മാരായ പ്രൊഡ്യൂസർമാരുണ്ട്, അല്ലാത്ത പ്രൊഡ്യൂസർമാരുണ്ട്. ഇതൊക്കെ കണ്ട് പഠിക്കണം. കാശ് ഇറക്കിയാൽ കാശ് വാരാം. ആമ്പിളാർ കാശ് ഇറക്കി കാശ് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 100, 150, 200 നിൽക്കത്തില്ല, 500 നിൽക്കത്തില്ല. ഇപ്പോഴത്തെ ദുൽഖർ സൽമാന്റെ പുതിയൊരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ലോകയുടെ പ്രമോഷൻ ഭാഗമായിട്ട് വന്നപ്പോൾ DQ പറഞ്ഞാണ്, ലോക എന്ന സിനിമയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം ടീമിനും കൊടുക്കുന്നതാണ് DQ പറഞ്ഞിരിക്കുന്നത്. അതവർ അർഹിക്കുന്നുണ്ടെന്ന്. DQ നിങ്ങൾ മുത്താണ്. ഇങ്ങനെ വേണം പ്രൊഡ്യൂസറായി, ഇങ്ങനെ വേണം. ഒരു പ്രൊഡ്യൂസറും എൻ്റെ ഓർമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസർ, എന്ത് മലയാളത്തിൽ ഇന്ത്യൻ സിനിമയിൽ ഒരു പ്രൊഡ്യൂസറിനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ വേണം പ്രൊഡ്യൂസർമാരായ. ഇതൊരു സൂപ്പർ സ്റ്റാറുടെ ആണെന്ന് ഓർത്തോണം, ഒരു നടനോടെ ആണെന്ന് ഓർത്തോണം. അദ്ദേഹം പറഞ്ഞില്ലേ, അതിനാണ് നമ്മൾ കൈയടിക്കേണ്ടത്. നമ്മുടെ മലയാളത്തെ പ്രൊഡ്യൂസർമാരാണെങ്കിൽ 50 കോടി പറഞ്ഞു കഴിഞ്ഞാൽ 25 കോടി പണം നിർത്തിയിട്ട് ആ പടം വിജയിച്ചില്ലെന്ന് പറഞ്ഞ് റിവ്യൂകാരെയും കുറ്റം പറഞ്ഞ് പ്രേക്ഷകരെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന ആ മലയാളത്തെ പ്രൊഡ്യൂസർമാരെയും അക്കീര് പരിപാടി മാത്രമേ ആയിരിപ്പോട്ടെ. എന്നാൽ അപ്പോൾ അവർ ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ അവർ ആ പൈസ കൊണ്ട് അവരുടെ പുട്ടടിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ചിലവാക്കത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ വരുന്ന പറയുമ്പോൾ അത് നമ്മൾ കൈ അടിച്ചേ പറ്റും. മലയാളികൾ ഒന്നടങ്കം കൈയടിക്കണം. ആ സിനിമ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആ സിനിമയുടെ ലാഭത്തിനൊരു വിഹിതം ടീമിന് കൊടുക്കാണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് നല്ലൊരു മനസ്സിന് ഉടമയാണ്ട് അങ്ങനെ പ്രഖ്യാപിച്ചേ. അല്ല, അദ്ദേഹത്തിന് ആ കിട്ടുന്ന പൈസ മൊത്തം എടുക്കാം, ആർക്കും കൊടുക്കണ്ട. അതിനുള്ള കാര്യം ഒന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ആ പൈസ മൊത്തം എടുക്കാം. അതാണ് പൈസയുടെ ആക്രാന്തമൊന്നുമില്ല. അതായത് പൈസ കണ്ട് വളർന്ന ആളാണ്, അപ്പോൾ പൈസയുടെ ആക്രാന്തമൊന്നുമില്ല. അദ്ദേഹം അടിപൊളിയായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വേണം പ്രൊഡ്യൂസർമാരായ. ഇത് കണ്ട് പഠിക്കണം. ഇതിന്റെ പുറകെ വേണം ഇനി വരുന്ന പ്രൊഡ്യൂസർമാരും പ്രൊഡ്യൂസർമാരും അല്ലാത്ത പ്രൊഡ്യൂസർമാരും വരാനായിട്ട് ഇത് കണക്ക് ചെയ്തു വരണം. ഞാൻ പറഞ്ഞു, DQ മലയാള സിനിമ വേറെ ലെവലിലേക്ക് എത്തിക്കും. ഇപ്പം തന്നെ ലോക കയ്യിൽ നിന്ന് പിടിവിട്ട് പോയി, നമ്മുടെ കേരളത്തിൽ നിന്ന് പിടിവിട്ട് പോയി. കേരളത്തും ഇന്ത്യക്ക് ഇവിടെ എല്ലാം തിരക്കാ, ഭയങ്കര തിരക്കാ, അന്യ തൂക്കിടിയാ. ഓണമായിട്ട് ഇന്ന് കേരളത്തിൽ ഭയങ്കര തൂക്കിടിയാ. ഓണമാകുമ്പോൾ ചെറുതായിട്ടൊരു തിരക്ക്, രാവിലെ ഉച്ചയ്ക്കൊക്കെ തിരക്കുറവ് നമ്മൾ വിചാരിച്ചു. ഇത് ചെയ്യുമ്പോൾ ടിക്കറ്റ് കിട്ടും. രാത്രി ഞാൻ ബുക്ക് മൈ ഷോ ഒക്കെ കയറിയിട്ട് രാത്രി 12 മണിക്ക് ഷോ പോലും ടിക്കറ്റ് കിട്ടാനില്ല. ഞങ്ങളവിടെ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അവിടെ പോയി പടം കാണാൻ. അനു അഭിനയിൽ രാത്രി 12 ഷോ ഉണ്ട്, ടിക്കറ്റ് ഇല്ല. ധന്യ രമ്യ രാത്രി 12 ഷോ ഉണ്ട്, ടിക്കറ്റ് ഇല്ല. രാത്രി 12 മണിക്ക് ഞാൻ ഓർത്തോണം. ഇത് ഇവിടെ നിന്ന് നിൽക്കത്തില്ല, ഇത് വേറെ ലെവലിലേക്ക് പോവാ പടം. ഹെവി പടം. ഞാൻ 3 പ്രാവശ്യം കണ്ടു, 3 പ്രാവശ്യം. ചിലപ്പോൾ ഒക്കെ നാളെ ഒന്നുകൂടെ പോയി കാണും. 4ാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ കാണും, അത് വേറെ കാര്യം. പക്ഷേ ചിലപ്പോൾ നാളെ കാണും, ചിലപ്പോൾ അല്ലെങ്കിൽ നാളെ കാണത്തുള്ളൂ. എന്തായാലും 4ാമത് ഒന്നുകൂടെ കാണും. ഒരു രക്ഷയില്ല കേട്ടോ. DQ നിങ്ങൾ വേറെ ലെവലാട്ടോ. ഒരു അഹങ്കാരമില്ലാത്ത പ്രൊഡ്യൂസർ, ഒരു അഹങ്കാരമില്ലാത്ത നടൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു നടനെ, ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ. നിങ്ങൾ മുത്താണ്. മലയാള സിനിമയുടെ കിങ്. മലയാള സിനിമയുടെ കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം DQ ആണ്. കിങ്, മലയാള സിനിമയുടെ കിങ്.